പറഞ്ഞു. പക്ഷേ അവരാരും പറഞ്ഞില്ല പാശ്ചാത്യന്റെ കോലവും കിട്ടിയിട്ട് പരേഡ് നടത്താൻ. വിഷമം തോന്നിയിട്ടുണ്ട്. കാസർഗോഡിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ ഇമാം സുയൂത്തിയുടെയും ഇബ്നുൽ ഹജർ അസ്കലാനിയും ഇബ്നുൽ ഹജർ ഹൈതമിയുടെയൊക്കെ വാക്കുകൾ വളച്ചൊടിച്ച് ആ തെളിവുകളെ ദുരുപയോഗപ്പെടുത്തിയിട്ട് പാശ്ചാത്യന്റെ കോലത്തിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് താടിയും മീശയും അടിച്ചിറക്കിയിട്ട് തക്ബീറൊല്ലി പരേഡ് നടത്ത്. ആര് പഠിപ്പിച്ചേ ഇത്? നടുറോട്ടിൽ കിടന്ന തലയും കൊട്ടി സർക്കസ് നടത്താൻ ആരാ പഠിപ്പിച്ചേ? ബൈക്ക് റാലി നടത്തിയിട്ട് നബിദിനം ആഘോഷിക്കാൻ ആരാ പഠിപ്പിച്ചേ? ലോറിയിൽ ബോക്സുകൾ കെട്ടിവെച്ചിട്ട് മ്യൂസിക്കുള്ള പാട്ടുമിട്ട് റബീഉൽ അവ്വൽ 12 പൊതുജനത്തിന്റെ സ്വൈരമായ സഞ്ചാരത്തെ പോലും തടസ്സപ്പെടുത്താൻ ആരാ ചെറുപ്പക്കാരാ നിന്നെ പഠിപ്പിച്ചേ? വല്ലാഹി ഒരു ഇമാമ് പോലും അങ്ങനെ നബിദിനം ആഘോഷിക്കാൻ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ഇബ്നുൽ ഹജർ അസ്കലാനി റഹിമഹുല്ലാഹൊക്കെ പറഞ്ഞത് റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ അന്ന് ഇസ്ലാമിൽ നല്ലതല്ല എന്ന് പറഞ്ഞ കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന. നല്ലതല്ല എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഹറാമ് പോലും ചെയ്യല്ലേ, ഹറാമ് പോലും ചെയ്യല്ലേ. എന്തെങ്കിലും ഒരു തെളിവ് പിടിച്ചിട്ട് അങ്ങോട്ട് വളച്ചൊടിച്ചേക്കുക. ഒന്നും ആരും പഠിപ്പിച്ചിട്ടൊക്കെ ഞാൻ പറയുമ്പോ ചിലപ്പോ ഇനി ഇയാൾ ഏതാണോ ഗ്രൂപ്പ്, ഇയാൾ ഏതാ സാധനം, ജുബയുടെ നീളവും പേരിന്റെ വലിപ്പവും ഒന്നും അളക്കാൻ നിൽക്കണ്ട. അടുത്ത വർഷം എന്നെ വിളിക്കുമെന്ന് ഒരു ഉറപ്പും എനിക്കില്ല. സാധാരണ എന്നെ വിളിക്കാറുമില്ല. ഒരിക്കലും വിളിച്ചാൽ രണ്ടാമതാരും വിളിക്കില്ല. അതുകൊണ്ട് കിട്ടിയ ഒരു സദസ്സിൽ സാന്ദർഭികമായി ഉറപ്പെടുത്തിയ ഇനിയെങ്കിലും എന്റെ ചെറുപ്പക്കാർക്കൊരു മാറ്റം, ഇനിയെങ്കിലും ഒരു മാറ്റം. ഇതൊക്കെ പറഞ്ഞ വിഷയം ഒരുപാട് പറയാനുണ്ട്.